നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിന്റെ അടുത്ത മത്സരത്തിലെങ്കിലും നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ? ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യമാണത്. അടുത്ത മത്സരം എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ അവർ ചിലിക്കെതിരെ കളിക്കുന്നു. ആ മത്സരത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഒരു പക്ഷേ വേൾഡ് കപ്പിന് മുമ്പ് ബ്രസീൽ സ്വന്തം മണ്ണിൽ കളിക്കുന്ന അവസാന കളിയായിരിക്കും. എന്തായാലും ഈ വർഷത്തെ അവരുടെ ബ്രസീലിയൻ മണ്ണിൽ അവസാന മത്സരമാവാൻ സാധ്യതയുണ്ട്. മാറക്കാനയിൽ കളി നടത്താനാണ് ആഞ്ചലോട്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കളിക്ക് നെയ്മർ മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ വിഷയത്തിൽ ഇപ്പോൾ ബ്രസീലിയൻ ടീമിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള റോഡ്രിഗോ കെയ്റ്റാനോ പ്രതികരിച്ചിരിക്കുന്നു. ESPN അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെയ്മറുടെ കാര്യത്തിൽ ഞങ്ങൾ വിഷയം വളരെ ആ, തുറന്ന മനസ്സോടെയാണ് കാണുന്നത്. നെയ്മർ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നയാളാണ്. എല്ലാവരുടെയും ഒപ്പീനിയനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നെയ്മർ എന്ന് പറയുന്ന താരം എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹം ടീമിനെ ഒരുമിപ്പിക്കുന്നു. അദ്ദേഹം സ്വയം മാറി നിൽക്കുകയുമില്ല. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലും ടലൻറ്റും ഒക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും അവൻ ഉടൻ മടങ്ങി വരണമെന്ന് തന്നെയാണ്. ആർക്കും അവൻ്റെ ടലൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ ബ്രസീലിയൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നത് അവൻ ക്ലബ് മത്സരങ്ങളിൽ ഓരോ കളിയിലും പെർഫോമൻസ് എവറി മാച്ച് എവറി മന്ത് കൂടുതൽ ബെറ്റർ ആക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ബ്രസീൽ ടീമിലേക്ക് മടങ്ങി വരുന്നതിന് ഒരു തടസ്സവുമില്ല എന്നാണ് റോഡ്രിഗോ കെയ്റ്റാനോ പറയുന്നത്. ചുരുക്കത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സെപ്റ്റംബർ ആകുമ്പോൾ നെയ്മർക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം മികച്ച വിധത്തിലാണെങ്കിൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങിവരവ് അടുത്ത കോളപ്പിൽ സംഭവിച്ചിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.